ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്ക് ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ അടുത്ത അധ്യായം എങ്ങനെയാകും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ജോലിയിൽ നിങ്ങൾ ഓൾറെഡി ജോലിയുള്ളവരാകാം, ജോലി ഇല്ലാത്തവരാകാം, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ്, അതായത് പ്രൊഫഷണൽ സ്റ്റാറ്റസ് തന്നെയാണെങ്കിലും എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൈം ഫ്രെയിം ഇവിടെ വെക്കുന്നില്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ഈ ഓരോ റീഡിങ് ചെയ്യുമ്പോഴും ഓരോ ഗ്രൂപ്പിന് റീഡ് ചെയ്യുമ്പോഴും ലാസ്റ്റ് ഗൈഡൻസ് തരും. ആ ഗൈഡൻസ് ഫോളോ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടാണ് ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രീ റെക്കോർഡഡ് റീഡിങ്സും ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ അടുത്ത അധ്യായം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയറിലെ അടുത്ത അധ്യായം എന്താണ്? ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ കരിയറിലെ അടുത്ത അധ്യായം എങ്ങനെയാകും? ഓക്കെ, നമുക്ക് ക്വീൻ ഓഫ് കപ്സ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് കേട്ടോ. ക്ലാരിഫൈ ദ ക്വീൻ ഓഫ് കപ്സ്, പേജ് ഓഫ് വാൻഡ്സ്, clarify the page of wands, ഓക്കെ. അപ്പം നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളിലേക്ക് ഈ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സന്ദേശം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് നേരിട്ടൊരു ഫോൺ കോൾ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇന്റർനെറ്റ് ത്രൂ എന്നല്ല, ഫോൺ കോൾ. ഓക്കെ, ഒന്നില്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുക, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരത്തെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു നെക്സ്റ്റ് അധ്യായം നിങ്ങളുടെ കരിയറിലെ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതിനെ പറ്റി നിങ്ങൾക്ക് സൂചന ലഭിക്കുന്നത്. ഓക്കെ, അതിനെ സംബന്ധിച്ചുള്ള വിവരം നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ഫേസ് ടു ഫേസ് കോൺവെർസേഷനിലൂടെ അല്ലെങ്കിൽ ഫോൺ കോൺവെർസേഷനിലൂടെയാണ്. അത് നിങ്ങളിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ശക്തമായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി ഈ ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്നുണ്ട്, കരിയറുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കോൾ, സംതിങ് ഇമ്പോർട്ടൻറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു ചിന്തയുണ്ടല്ലോ, എന്തോ ഒരു കാര്യമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട്, ആ ഒരു ശക്തമായ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു എന്താ പറയണ്ടേ, ഒരു കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന, എന്നാൽ നിങ്ങൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആകേണ്ടതായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്നും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പൊസിഷനോ കാര്യങ്ങളോ ആയിരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ഈ പുതിയ അധ്യായം എന്ന് നോക്കാം. ഇതിലൂടെ ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കാരണം നമുക്ക് 8 ഓഫ് വീൽസ് ആണ് കിട്ടിയിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഒരു ഹെർമിറ്റ് മോഡിൽ ആകേണ്ടതായിട്ടുള്ള ഒരു ടൈം ആയിരിക്കും. കാരണം അതായത് ഡിസ്ട്രാക്ഷൻസ് ഒട്ടും പാടില്ല. ഡിസ്ട്രാക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. ഈ പുതിയ അധ്യായത്തിന്റെ ഒരു രീതി വെച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് എക്സൈറ്റഡ് ആകാനും കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആകാനും സാധ്യതയുണ്ട്. പക്ഷെ അത് ഒട്ടും പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. വളരെ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഒരുപാട് ചിലപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം വേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്ത് എത്രത്തോളം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു അതിനൊക്കെ ഉള്ള അവസരം ഉണ്ടാവും. അത് കൃത്യമായി ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങളുടെ കരിയറിലുള്ള നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വളർച്ചയും മറ്റു കാര്യങ്ങളും. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് അത്രമേൽ വേണ്ടതാണ്. ഒരുപാട് ഗ്രോത്ത് ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. കരിയറിൽ ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം റീസ്റ്റാർട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണെന്ന് കാണുന്നുണ്ട്. ആ റീസ്റ്റാർട്ടിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ശരിക്കും കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിൽ അത്രയും ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ആ സ്റ്റാർട്ടിങ് ടൈം എന്ന് പറയുന്നത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തിന് എഫേർട്ട് എടുക്കേണ്ട ഒരു സമയമായിരിക്കും. അവിടെ മടി പിടിച്ചിരിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാനോ ഇടവരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കംപ്ലീറ്റ്ലി ന്യൂ എനർജിയാണ് എന്ന് കാണുന്നു. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോലിയുള്ള ആളാണെങ്കിലും പുതിയ ജോലി എന്താ പറയുക ജോലിയുടെ ഒരു ഓഫർ ആയിരിക്കാം കേട്ടോ, അങ്ങനെയും ആവാം. ഡെഫിനറ്റ്ലി, കാരണം നമുക്ക് ഏസ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഏസ് ഓഫ് വാൺസ് ഏസ് ഓഫ് കപ്സും പിന്നേക്കാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് മാനസികമായിട്ട് സംതൃപ്തി തരുന്നതാണ് ആയിരിക്കുക നിങ്ങളുടെ ഈ ഒരു ജോലിയുടെ അടുത്ത അധ്യായം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തരുന്നതും അതേസമയം എക്സൈറ്റിങ്ങുമായിട്ടുള്ള വളരെയധികം ഒരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കരിയറിൽ ഇനി വരാനായിട്ട് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സെറ്റ് ബാക്കിലൊക്കെ ആയിട്ടിരിക്കുന്ന, അതായത് കരിയറിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഈ റീസ്റ്റാർട്ട് ഈ പുതിയ അധ്യായം എന്ന് പറയുന്നത് റീസ്റ്റാർട്ട് ആണ് നിങ്ങളുടെ കരിയറിൽ. പക്ഷെ അത് നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ വളരെ പെട്ടെന്നാണ് നിങ്ങൾ ഉയരങ്ങളിൽ എത്തുക. ഇത്രയും നാളത്തെ ആ ഗ്യാപ്പ് ഒന്നും അല്ലാതെ ആവും. അത്രയും അതിനപ്പുറം നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാതെ താല്പര്യമില്ലാതെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഓഫറോ അല്ലെങ്കിൽ മാറ്റമൊന്നുമല്ല. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഒരുപാട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു ചാലഞ്ചിങ്ങിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. സ്ട്രഗിൾസിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. യെസ്, കണ്ടു, ഫ്രഷ് സ്റ്റാർട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് എനർജീസ് ഒന്നും തന്നെ വരുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി എവിടെയെങ്കിലും ജോലി ഉണ്ടായിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ട് അവർ തന്നെ എന്നെ വീണ്ടും വിളിച്ചിരുന്നെങ്കിൽ എന്നൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്നവരാണ് എങ്കിൽ അത് വേണ്ട, അവരല്ല കേട്ടോ. ഇത് വേറെ ഓപ്പർച്യൂണിറ്റിയാണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എൻവയോൺമെന്റ്, ഡിഫറെന്റ് പീപ്പിൾ, ഡിഫറെന്റ് സിറ്റുവേഷൻ. ഇത് നിങ്ങൾക്ക് വളരെയധികം ഓവർവെൽമിങ് ആയിരിക്കും എന്ന് കാണുന്നു. കാരണം അതൊരു കാരണം കംപ്ലീറ്റ്ലി ഒരു നിങ്ങളെ ഇറ്റ് വിൽ ടേക്ക് യു ബൈ സർപ്രൈസ്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ. അതിനോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു സമയം വേണ്ടി വരും അവിടെ. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥയല്ല. നിങ്ങൾ ഹാപ്പിയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മാറ്റം, അതെല്ലാം നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ അത് സംഭവിക്കുന്ന ഒരു രീതി വളരെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അതിനോട് അഡ്ജസ്റ്റഡ് ആവാൻ കുറച്ച് സമയം വേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കരിയറിൽ. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, സത്യമാണോ സ്വപ്നമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി അതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. എന്തായാലും നിങ്ങളുടെ കറണ്ട് റിയാലിറ്റീനെ ഒരു 360 ഡിഗ്രിയിൽ തന്നെ, അതായത് മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു മാറ്റമാണ് ഈ കരിയർ. അപ്പം നിങ്ങളുടെ കരിയറിൽ മാത്രമല്ല, ആ ഒരു മേഖലയിൽ മാത്രമല്ല നിങ്ങൾ മാറ്റം അനുഭവിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും ഇതിനെ സംബന്ധിച്ച് മാറ്റം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഇതിനു മുൻപ് നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലെങ്കിൽ നിങ്ങളെ അത്രയും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിലൊന്നും തളർന്നു പോകാതെ നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു കരിയറിൽ മുന്നേറുന്നതിനും കരിയറിൽ ഉയരങ്ങളിൽ എത്തുന്നതിനുമായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിനും ഉപരി നിങ്ങളൊരു പേഷ്യൻസ്, നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിട്ടാണ് നിങ്ങൾ ആയിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വേണം കരിയറിൽ. പക്ഷെ ആ ഒരു മാറ്റം
അത് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ആഗ്രഹിച്ചതായിരിക്കാം, പക്ഷെ പെട്ടെന്ന് സംഭവിച്ചില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയാ സമാധാനത്തിലൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കും എന്ന ഒരു വിശ്വാസത്തില് ക്ഷമയോടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളായിരുന്ന ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിരാശ ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിൽ തന്നെ ആ വിഷമത്തില് അല്ലെങ്കിൽ ആ നിരാശയില് തന്നെ പെട്ടുപോകാതെ ഒരു victim ആയിട്ടിരിക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്താ പറയാ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ ഉയരങ്ങളെത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കില്ലൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒക്കെ ഒരു ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പുതിയൊരു അധ്യായം നിങ്ങൾക്ക് വളരെ ഫുൾഫില്ലിംഗ് ആയിരിക്കും. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഈ ഒരു ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായതിൽ അവർ വളരെ ഹാപ്പി ആയിരിക്കും. അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. ഇത് നിങ്ങൾ ഒരു ലോങ് ടേം ആയിട്ടുള്ള കാര്യമായിട്ട് കാണുന്നു. ഓക്കെ, കുറച്ച് നാളത്തേക്കുള്ള ഒരു മാറ്റമല്ല. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കരിയർ ഈ പറയുന്ന രീതിയിലായിരിക്കും, വരുന്ന മാറ്റത്തിന് അനുസരിച്ചിട്ടായിരിക്കും. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സമൃദ്ധി, സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഇതെല്ലാം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിനും ഉപരി ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. ഈ മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വളരെ ഹാപ്പി ആയിരിക്കും ഈ മാറ്റത്തിന്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് എന്താ പറയുക വളർച്ച നിങ്ങൾക്ക് കരിയറിൽ ഈ ഒരു മാറ്റത്തിലൂടെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അണ്ടർലൈങ് എനർജി 10 of wheels ആണ്, അതായത് പ്രോസ്പെറിറ്റി. ഓക്കെ, അപ്പോൾ ഇമോഷണൽ ഫുൾഫിൽമെന്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഇമോഷണൽ അബണ്ടൻസ് മാത്രമല്ല, ഫൈനാൻഷ്യലി ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യവുമായിട്ട് ഈ ഒരു മാറ്റവുമായിട്ട് നിങ്ങൾ വൈബ്രേഷൻ എനർജറ്റിക്കൽ വൈബ്രേഷൻ വൈസ് ഒരു മാച്ച് ആകുന്നതിന് ഗ്രൂപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ നിങ്ങളോട് പറയുന്നു, അനാവശ്യമായിട്ടൊരു എന്താ പറയാ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവും, ഒരുപാട് കഷ്ടപ്പെടണം എനിക്ക് കിട്ടണമെങ്കിൽ, അങ്ങനത്തെ ചിന്തകൾ മാറ്റുക. അങ്ങനത്തെ ചിന്തകളുടെ ആവശ്യമില്ല. ഓക്കെ, എത്ര കഷ്ടപ്പാടാണ് ഇപ്പൊ ഈ ഒരു അവസരം വരികയാണെങ്കിൽ തന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്, എനിക്ക് കിട്ടാൻ സാധ്യതയില്ല, അങ്ങനത്തെ ചിന്തയെ പാടില്ല. ഇത് എനിക്കുള്ളതാണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇത് എന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ അവസരം, ഇത് എനിക്കുള്ള ജോലിയാണ്. മനസ്സിലായോ? അപ്പുറത്ത് എത്ര പേര് അതിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ആളുകളുണ്ട്, എത്ര ആൾ അപ്ലൈ ചെയ്തിട്ട്, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജോലിയാണ് അല്ലേ? നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമുക്കത് നടക്കുമെന്ന് ഉറപ്പാണെങ്കിൽ, നമുക്കത് ലഭിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ല. കാരണം നമുക്കറിയാം നമുക്ക് ഉള്ളതാണ്, നമുക്കത് കിട്ടും. അതേപോലെ ആയിരിക്കണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും. പിന്നെ നിങ്ങളോട് പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അർഹതപ്പെട്ട മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് നല്ലൊരു ഹെൽത്തി കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രൊഫഷണൽ ഒരു കണക്ഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പറയുന്നത് ഇൻസെക്യൂരിറ്റീസ്. ഓക്കെ, അനാവശ്യമായിട്ട് കുറെ നിങ്ങൾക്ക് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല, ആ ചിന്തകളൊക്കെ മാറ്റി വെക്കുക. ആ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുമ്പോൾ ഒരിക്കൽ പോലും ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് സാധിക്കുമോ എന്നുള്ള തോന്നൽ പാടില്ല. ഇത് നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് അത് പൂർണ്ണമായും ഈ ഒരു മാറ്റത്തിനെ വിജയകരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ആ മാറ്റം തന്നെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ അവിടെ പിന്നെ ഒരു ഇൻസെക്യൂർ ആകേണ്ട ആവശ്യം ഇല്ല. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ ഒഴിവാക്കുക. നിങ്ങൾ ഒരുപാട് ജോലിയിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെന്തായാലും നടന്നിരിക്കും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് ഇവിടെ പ്രാധാന്യം. നിങ്ങൾ എത്ര ആത്മവിശ്വാസത്തോടെ എനിക്ക് കിട്ടും ആ ജോലി, ഞാൻ ആഗ്രഹിക്കുന്ന ജോലി എനിക്ക് കിട്ടിയിരിക്കും, ഇപ്പൊ ഈ ഓഫർ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുമ്പോൾ, ഓൾറെഡി എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഈ ഒരു മാറ്റം വരുമ്പോൾ ഈ മാറ്റം എനിക്ക് നല്ലതാണ്, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ ഒരു വൈബ്രേഷണൽ മാച്ച് ആകുന്നതും അതിന്റെ ആ ഒരു ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക്
അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അണ്ടർലൈങ് എനർജി ഉണ്ടോ 9 ഓഫ് സോർട്സ്. അനാവശ്യമായ ചിന്തകൾ, കാട് കയറിയിട്ടുള്ള ചിന്തകൾ വേണ്ട. വളരെ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്കത് അർഹതപ്പെട്ടത് കൊണ്ടാണ്. നിങ്ങൾക്ക് ആ വരുന്ന മാറ്റത്തിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സക്സസ്ഫുള്ളി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് യൂണിവേഴ്സ് ആ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര വാശി പിടിച്ചാലും എത്ര കരഞ്ഞപേക്ഷിച്ചാലും ആ ഒരു മാറ്റം സംഭവിക്കില്ല. കാരണം നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുമ്പോൾ യൂണിവേഴ്സ് അത് കൊണ്ടുവരില്ല. ഓക്കെ, അതെപ്പോഴും ഓർക്കുക. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 28 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എസ്, ജൂലൈ, സമ്മർ, ഡി, ഓക്കെ, മൺസൂൺ, തേഴ്സ്ഡേ, 14, ചൊവ്വാഴ്ച, 30, സെപ്റ്റംബർ, ബുധനാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം, ജാനുവരി. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു മാറ്റം നടക്കാനുള്ള ഒരു ടൈം ഫ്രെയിം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, ഇനി വരുന്ന ജാനുവരി, ഓക്കെ, ജാനുവരി, ജൂലൈ, സെപ്റ്റംബർ മാസങ്ങളുണ്ടല്ലോ, അതായത് ജാനുവരി ടു ജൂലൈ അല്ലെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഉള്ളിൽ. അപ്പോൾ അതായത് ആ സമ്മർ സീസൺ വളരെ പ്രാധാന്യമുണ്ട്. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജാനുവരി ടു ജൂലൈയുടെ ഉള്ളിൽ അത് വന്നു മൺസൂൺ സീസൺ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അപ്പൊ ആ ഒരു സമ്മർ ടു മൺസൂൺ സീസൺ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അതിൽ വരുന്ന മാസമാണ് ജൂലൈ മാസം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ കുറെ പേർക്ക് ഈ ഒരു മാറ്റം അവരുടെ കരിയറിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇനി നീണ്ടു പോകുകയാണെങ്കിൽ തന്നെ അടുത്ത സെപ്റ്റംബറിന്റെ ഉള്ളിൽ, 2026 സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഗൈഡൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത മാസം അടുത്ത വർഷം സെപ്റ്റംബറിലേ ഉണ്ടാകൂ എന്നല്ല പറയണേ, അടുത്ത വർഷം സെപ്റ്റംബറിനുള്ളിൽ, അതെപ്പോ വേണമെങ്കിലും ആകും. ഇപ്പൊ തുടങ്ങി അടുത്ത വർഷം സെപ്റ്റംബറിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗൈഡൻസ് ഫോളോ ചെയ്യുക. നിങ്ങൾ ആ ഒരു എനർജറ്റിക്കലി ഒരു വൈബ്രേഷണൽ മാച്ച് ആകാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അതിനനുസരിച്ച് മാറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗ് റെസണേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ ലഭിക്കുന്നതായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം, ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിൽ അടുത്ത അധ്യായം എങ്ങനെയാകും. ഓക്കെ, ഇത് ജോലിയുള്ളവർക്കും ജോലിയില്ലാത്തവർക്കും ഒക്കെ ഈ റീഡിങ് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു അധ്യായത്തിന്റെ തുടക്കം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2-ന്റെ കരിയറിൽ അടുത്ത അധ്യായം എങ്ങനെയാകും.
ഓക്കെ, അപ്പൊ നമുക്ക് കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ഈ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ അത്രയും ടെൻസ്ഡ് ആയിരിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെയധികം ടെൻഷൻ അനുഭവിച്ച്, എന്താ പറയാ, ആരും സഹായത്തിന് ഇല്ല എന്നൊരു ഒരു സ്റ്റേജിലെത്തിയത്, നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഇല്ലാതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് ഇല്ലാതെ, ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു മാറ്റം, ഈ ഒരു കരിയറിൽ നിങ്ങൾ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ മെച്ചോർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ടെൻഷൻ ബാക്കിയുള്ളവരിലേക്കൊക്കെ പകർന്ന് അങ്ങനെയല്ല, നിങ്ങൾ ആ ടെൻഷനും ആ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വയം അത് വളരെ മെച്ചോർലി ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ സിറ്റുവേഷനിലാണ് ഈ ഒരു അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ട് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസരം, നിങ്ങളുടെ കരിയറിൽ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ആരെങ്കിലും ആയിരിക്കും. അവരിലൂടെയാണ് അത് സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ ഒരു ഫേസ് ആണ്, പുതിയ ഒരു യാഥാർത്ഥ്യം, കരിയറുമായി ബന്ധപ്പെട്ട് പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ അതിലൂടെ കടക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരിയറിൽ ഒരു വഞ്ചനയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഹീൽഡ് ആയി വളരെ സ്റ്റേബിൾ, വളരെ സെക്യൂർ ആകാനും കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താനും നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി ഹീൽഡ് ആകുന്നു. ഈ അടുത്തൊരു അധ്യായത്തിലേക്ക് കടക്കുന്നതിലൂടെ നിങ്ങൾക്കത് ഈ ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു വഞ്ചന അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കരിയറിൽ. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് ആ ഒരു എനർജിയിൽ നിന്ന്, ആ ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോൾ ഒരു യാത്രയും റിലൊക്കേഷനും ഒക്കെ ഉണ്ടാവാം. കാരണം വേൾഡ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് നിങ്ങൾ താമസം മാറാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ജാക്ക്പോട്ട് എനർജി എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ ഒരു കരിയറിൽ ഉണ്ടാകുന്ന ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ഒരു, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിലും നല്ലൊരു മാറ്റമാണ്. ഓക്കെ, ഒരു പുതിയ തുടക്കം എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിന് മേലെ ആയിരിക്കും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ മനസ്സിന് ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കും. കൂടാതെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേബിൾ കരിയറും ലഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ സാമ്പത്തികമായിട്ട് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് ഈ ഒരു മാറ്റത്തിലൂടെ. ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വളരെ ഹീലിംഗ് ആയിരിക്കും എന്നും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കുറച്ചും കൂടെ നിങ്ങളിൽ ആത്മവിശ്വാസം കൂട്ടുന്നതും നിങ്ങൾക്ക് എന്താ പറയുക കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് ഒരു കരിയറിൽ ആയിരിക്കാൻ സാധിക്കുന്നതിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും വിജയങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സിറ്റുവേഷൻ എന്താ പറയണ്ടേ, നിങ്ങളുടെ ഒരു സോൾ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ആയിരിക്കാം. ഓക്കെ, കാരണം നമുക്കിവിടെ 2 കൗണ്ടർ പാർട്സ് കിട്ടിയിട്ടുണ്ട്. കിങ് ആൻഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസും കിങ് ആൻഡ് ക്വീൻ ഓഫ് സ്വോർഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അവരുടെ ഒരു ഇന്റർഫിയറൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നത് ഈ കരിയറിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റത്തിലൂടെയാണ് എന്ന് കാണുന്നു. നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തില് നിങ്ങൾക്ക് എന്തായാലും ഒരു മെന്റർ എനർജി കാണുന്നുണ്ട്, ഒരു മെന്റർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അവരെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവരുടെ ഗൈഡൻസ് നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കരിയറിൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ അധ്യായത്തിലേക്ക് പെട്ടെന്ന് തന്നെ യൂസ്ഡ് ആകാൻ, അതിനോട് പൊരുത്തപ്പെടാനും ആ മാറ്റങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു മാറ്റത്തിലൂടെ കംപ്ലീറ്റ്ലി നിങ്ങൾ പാസ്റ്റിനോട് ഗുഡ് ബൈ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും പാസ്റ്റ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങള്, നല്ല നല്ല വാർത്തകൾ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാറ്റത്തിലൂടെ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
ഓക്കെ. യെസ്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ഫൈനാൻഷ്യലി വളരെ ഇൻഡിപെൻഡന്റ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു മാറ്റം, ഈ കരിയറിൽ അടുത്ത അധ്യായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷനിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഓക്കെ, ഒരു വളരെ ഫലമായ ഒരു അടിത്തറ ഇടാനായിട്ട് നിങ്ങളെ സഹായിക്കും എന്നാണ് കാണുന്നത്. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നു. അപ്പൊ നിങ്ങളോട് പറയുന്നത് വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വളരെ ഡെഡിക്കേഷനോട് കൂടെ വളരെ ക്ഷമയോട് കൂടെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം, ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്നുകൊണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആകണം. ഒരു ബ്രേക്ക് ത്രൂ, ഒരുപാട് വിജയങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് പോപ്പുലാരിറ്റി തരുന്ന നേട്ടങ്ങൾ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. നിങ്ങളുടെ കരിയർ സ്പേസിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ കൊണ്ട്, നിങ്ങൾ കൊണ്ടുവരുന്ന വിജയങ്ങൾ കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരുപാട് അനുമോദനങ്ങൾ, വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, എല്ലാ കൗണ്ടർ പാർട്സും ഇവിടെ ഓൾമോസ്റ്റ് ഉണ്ട്. കിങ് ഓഫ് വൺസ് ഇവിടെ ഉണ്ട്, ക്വീൻ ഓഫ് വൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഗ്ലോ അപ്പ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഒരു ഗ്ലോ അപ്പ് എനർജി കിട്ടുന്നുണ്ട്. നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. ഈ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഈ മാറ്റത്തിൽ ഞാൻ സക്സസ്ഫുൾ ആയിരിക്കും, ഇതിൽ എനിക്ക് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും എനിക്ക് തന്നെ ലഭിക്കും, എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നെ ലഭിക്കും, എനിക്ക് ഈ ഒരു മാറ്റം എനിക്ക് വളരെ നല്ലൊരു കാര്യമാണ്, നല്ലൊരു മാറ്റമാണ്, ഇതിലൂടെ ഞാൻ ഒരുപാട് ഉയരങ്ങളിൽ എത്തും എന്നൊരു വിശ്വാസത്തോടെ തന്നെ ആ ഒരു മാറ്റത്തിനെ സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമാകാനും അവിടെയൊക്കെ വെച്ചുകൊണ്ട് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ കരിയറിൽ ഒരു എന്താ പറയുക വളരെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരൊക്കെ ആയിട്ട് ഒരു ഹെൽത്തി കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് അവസരം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, നിങ്ങളിപ്പോ ഒരുപാട് നാളായിട്ട് വളരെ ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിലേക്ക് ലൈം ലൈറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഈ കരിയർ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ നിങ്ങൾ ആ സ്പോട്ട് ലൈറ്റിലാകുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, നമ്മൾ സ്പോട്ട് ലൈറ്റിലാക്കണമെങ്കിൽ അത്രയും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ അധ്യായത്തിൽ ഉണ്ടാകുക എന്ന് കാണുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ നിങ്ങളോട് പ്രത്യേകം യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ മാറ്റത്തിന് നിങ്ങൾ അർഹരാണ്, ഈ മാറ്റത്തിനെ നല്ല ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് വേണം, ആ ഒരു വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും കരിയറിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നതിനുള്ള അവസരങ്ങളും നിങ്ങൾക്ക് ഈ പുതിയ അധ്യായത്തിൽ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അനാവശ്യമായിട്ട് ഈ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ്, അഡിക്ഷൻസ്, ഓക്കെ, അൺഹെൽത്തി ആയിട്ടുള്ള ചിലപ്പോൾ കണക്ഷൻസ് ഒക്കെ നിങ്ങളെ തേടി വരാം. കാരണം നിങ്ങളുടെ എനർജി അത്രയും നല്ല എന്താ പറയാ സ്ട്രോങ് ആയിരിക്കും, ആ സമയത്ത് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എനർജീസും ഇത്തരത്തിലുള്ള നല്ലതല്ലാത്ത കാര്യങ്ങളും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഒരു ബൗണ്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റത്തിലൂടെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഈ ചേഞ്ചസ്, ഈ പറയുന്ന മാറ്റം, ഈ പറയുന്ന കരിയറിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റം ഈ പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമാണ് എന്ന് കാണുന്നു. ഓക്കെ, വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അത് ഒരുപാട് നാളേക്കുള്ളതാണ്, അല്ലാണ്ട് കുറച്ച് നാളത്തേക്കുള്ള ഒരു മാറ്റമൊന്നുമല്ല, ഒരുപാട് നാളത്തേക്കുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ് കാണുന്നത്, ഒരു പെർമനന്റ് ചേഞ്ച് ആയിട്ടാണ് കാണുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഉണ്ടാകുന്നു. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഒരു ബാലൻസ് ഉണ്ടാകുന്നു. നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകുന്നതിന്, ഉയരങ്ങളിൽ എത്തുന്നതിന് ഈ ഒരു ചേഞ്ച്, ഓക്കെ, നിങ്ങളുടെ കരിയറിൽ അനുഭവിക്കുന്ന ഒരു മാറ്റം വളരെയധികം സഹായകരമാകുന്നതായിട്ട് കാണുന്നു. പുതിയ കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഒരു അവസരങ്ങൾ കിട്ടുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നതിനും നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുക. ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ ഒരു എനർജി. ഓക്കെ, ഇനി ഈ പറഞ്ഞ മാറ്റവുമായിട്ട് അലൈൻഡ് ആകുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ പറയുന്നു, ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ആയിരിക്കുക.
അതായത് സംഭവിക്കും, ഈ മാറ്റം എന്തായാലും ഉണ്ടാവും. ഇത് എന്താ പറയാ, എനിക്ക് സംഭവിക്കുന്നതാണ്, ഡെഫിനറ്റ്ലി എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബെസ്റ്റ് കേസ് സിനാരിയോസ് മാത്രം ചിന്തിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള നല്ല നല്ല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഓക്കെ, അതിനൊക്കെ സ്വീകരിക്കാനും അതിനോട് ഈശ്വരനോട് നന്ദി പറയാനും മറക്കരുത് എന്നും കൂടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇപ്പൊ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഇപ്പോൾ ഓൾറെഡി ജോലിയുള്ള ഒരാളാണെങ്കിൽ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിന് നിങ്ങൾ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത് പഠിച്ചാലോ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം പഠിച്ച് പുതിയൊരു സ്കില്ല് പഠിച്ചാലോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചാലോ അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിൽ വളരെയധികം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറയുന്നു. അപ്പൊ അതായത് നിങ്ങൾക്കിപ്പോൾ ഉള്ള സ്കിൽസ് അതൊക്കെ ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക, നിങ്ങളുടെ അറിവുകളെയൊക്കെ ഒന്നൊന്ന് റിവൈസ് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ സ്കിൽ എന്തെങ്കിലും പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. അങ്ങനെ വളരെ ഒരു ആ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്ന യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആയിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ക്ലൂ നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ഉണ്ടാകില്ല, പക്ഷെ അതിനർത്ഥം അത് സംഭവിക്കില്ല എന്നല്ല. അപ്പൊ അത് നടക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അതിന് വേണ്ടുന്ന ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ആ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക, ഇൻറ്റ്യൂഷൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പൊ നമുക്ക് നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്. ലെറ്റർ ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച കിട്ടിയിട്ടുണ്ട്. ലെറ്റർ സി അല്ലെങ്കിൽ സെഡ് കിട്ടിയിട്ടുണ്ട്. ഇരുപത്തിമൂന്നാം തീയതി, 18-ാം തീയതി, കെ, ജാനുവരി, എച്ച്, ഇരുപത്തിനാലാം തീയതി, ഫെബ്രുവരി, ലെറ്റർ എ, 13-ാം തീയതി, സമ്മർ സീസൺ വേനൽക്കാലം, 6-ാം തീയതി, 5-ാം തീയതി. ഒരു കാർഡും കൂടെ നമുക്ക് എടുക്കാൻ തോന്നുന്നു, 4-ാം തീയതി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വേനൽക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടാവും കേട്ടോ. അതായത് പ്രധാനമായിട്ട് ആ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ മാറ്റം കാണാനായിട്ട് സാധിക്കും. നീണ്ടുപോയാലും അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും ചുരുങ്ങിയൊരു കാലയളവ് എന്ന് പറയുന്നതാണ്. ഇത്തിരി നീണ്ടുപോയ ഒരു കാലതാമസം വന്നാൽ തന്നെയും മെയ് മാസത്തിനുള്ളിൽ, അടുത്ത മെയ് മാസം 2026 മെയ് മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കുന്നതായിട്ട്, ഈ ഒരു മാറ്റം നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു.
പിന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് I, Z അല്ലെങ്കിൽ Z, K, H, A എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ഇതിലുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ആൽഫബറ്റ്സ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പുതിയതായി പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞായറാഴ്ച അതിന് ചൂസ് ചെയ്യുക. പിന്നെ തീയതികൾ 23, 18, 24, 13, 6, 5, 4 ഇതിൽ നിങ്ങളുടെ ജനനത്തീയതി ഉണ്ടാകാം, അതൊരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷെ ഈ തീയതികൾ പറഞ്ഞ മാസങ്ങളിൽ, അതായത് ഈ ഒരു ടൈം തൊട്ട് ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ അല്ലെങ്കിൽ മെയ് മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ തീയതികളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. ഓക്കെ, അതിനുള്ള സാധ്യത അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ തീയതികളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയുന്ന തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, കരിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനി ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണല്ലോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് റീഡിംഗ്സ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ആഴ്ച തോറും ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൂടെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സിനെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെയും ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റീഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനൊക്കെ കിട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കരിയറിലെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ കരിയറിലെ അടുത്ത അധ്യായം എങ്ങനെയാകും? ഓക്കെ, അപ്പൊ നമുക്ക് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല് കുറച്ച് പേര്, നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെങ്കിലും പ്രത്യേകിച്ച് ഇപ്പോൾ കരിയറിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകാന്നറിയില്ലേ, ഞാൻ ഡിസേർവ് ചെയ്യുന്നതിനും മികച്ചതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ അതിനെ അവസാനിപ്പിച്ച്, ഇപ്പോഴത്തെ അധ്യായത്തിൽ നിങ്ങളായി തന്നെ അവസാനിപ്പിച്ച്, കാരണം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ആ ഒരു സൈൻ കിട്ടുകയാണ് നിങ്ങൾ ഇതിനേക്കാൾ നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആ കിട്ടുന്ന സൈനിനെ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങൾ ഇപ്പോഴുള്ള ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു വളരെ ബേർഡനിങ് ആണെന്ന് കാണുന്നു. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന കാര്യം റെസനേറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ കരിയറിൽ ഓൾറെഡി അവർക്ക് വളരെ ബുദ്ധിമുട്ടുകളാണ്, ഒരുപാട് ചാലഞ്ചസും, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമേ ഇല്ല, ഒരുപാട് വർക്ക്, ഓവർലോഡ് വർക്കാണ്. അപ്പൊ അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. കാരണം അവരുടെ എഫേർട്സിനൊന്നും യാതൊരു അപ്രിസിയേഷനും കാര്യങ്ങളും ഇല്ല, മാത്രമല്ല ഒരുപാട് വർക്കും. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ നല്ലതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത്, എനിക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ആ ഒരു തിരിച്ചറിവും, അങ്ങനെ നിങ്ങൾ ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഇപ്പോഴത്തെ അധ്യായം അവസാനിപ്പിക്കുക എന്നുള്ളത്. അവിടെ നിന്നാണ് ഈ പുതിയ അധ്യായത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മറ്റു ചിലർക്കാണെങ്കിൽ ഈ അധ്യായം അവസാനിച്ചു പോകുകയാണ്, നിങ്ങളായിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കില്ല, പക്ഷെ അത് അവസാനിച്ചു പോകുകയാണ്. മാത്രമല്ല അത് അവസാനിക്കുന്നതിന് മുൻപായിട്ട്, ആ ഒരാഴ്ച മുൻപായിട്ടോ അല്ലെങ്കിൽ അതിന് ദിവസങ്ങൾക്ക് മുൻപായിട്ടോ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തില് ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ ഒരു അധ്യായം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ കിട്ടുന്ന ഇൻറ്റ്യൂട്ടീവ് സൈനിനെ നിങ്ങൾ വിശ്വസിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചൊരു ഭയം ഉണ്ടാക്കാം, പക്ഷെ മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് അത് അവസാനിച്ചു പോകുന്നത്. ഓക്കെ,
ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് അവസാനിച്ചിട്ട് നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്തുന്നത്. അതൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന, ഒരു ഫുൾഫില്ലിംഗ് എനർജി തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്ന് കാണുന്നു. അങ്ങനെയാണ് നിങ്ങൾ കരിയറിൽ അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നതായിരിക്കും ഈ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം, ഡെഫിനറ്റ്ലി. കാരണം നമുക്ക് 9 ഓഫ് പെന്റക്കിൾസും 10 ഓഫ് പെന്റക്കിൾസും ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങളുടെ ലൈഫ്, ഒരു വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷറി മാത്രമല്ല, കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അതുപോലത്തെ ലക്ഷൂറിയസ് ലൈഫ് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച, സാമ്പത്തികമായിട്ടൊരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ മാറ്റത്തിലൂടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബ്രേക്ക് ത്രൂ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതൊരു വലിയ നേട്ടമാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഒരു ബ്രേക്ക് ത്രൂ, ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പോയിന്റ്, ഈ ഒരു ചേഞ്ച് ഉണ്ടല്ലോ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്, അത് നിങ്ങൾ എന്നും നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കണേ. കണ്ടു, നിങ്ങളുടെ ഡ്രീം കം ട്രൂ എന്നുള്ള ഒരു എനർജിയാണ്. അപ്പൊ നിങ്ങളോട് പറയുന്നത് മാക്സിമം ഓപ്പൺ ആയിരിക്കുക. അപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ നിങ്ങളുടെ കരിയറിലുള്ള ആ ഒരു ചാപ്റ്റർ അത് ഒന്നില്ലെങ്കിൽ നിങ്ങളായിട്ട് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് അവസാനിച്ചു പോകുന്നു. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ആ പുതിയ അവസരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പുതിയ ചാപ്റ്റർ, അത് യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് വരുന്നതിനും അത് ആ യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് വരുമ്പോൾ അതിനെ മുഴുവനായിട്ടും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നതിനും നിങ്ങൾ തയ്യാറാവണം. അപ്പൊ നിങ്ങളായിട്ടൊരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുക. പക്ഷെ അതേസമയം ഒരു സ്വീകരിക്കാൻ തയ്യാറായിട്ട്, യൂണിവേഴ്സ് അതെങ്ങനെ കൊണ്ടുവരുന്നോ അതേ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഇരിക്കണം. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. ഇതൊരു പുതിയ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു ഫ്രഷ് എനർജി. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ശീലിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ കരിയറിൽ ഇതുവരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ്, കൊളീഗ്സ് ഒക്കെ ആയിരിക്കാം ഈ പുതിയ ഇനി വരുന്ന ചാപ്റ്ററിൽ. അപ്പൊ ആ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞു പോയതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? മറന്നു കളയണം. അതിനെ പിന്നെ ഓർത്തിരിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് അത് നിങ്ങൾക്ക് ഒന്നാമത് അത്ര സന്തോഷം വരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇപ്പൊ എവിടെയാണോ ഡിസേർവ് ചെയ്ത്, നിങ്ങൾ അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കരിയറിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണമോ ഏതാണ് നിങ്ങൾക്ക് അർഹതയുള്ള പൊസിഷൻ, അതിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുകയാണ്. അതിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി തരുന്നതാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും. കണ്ടോ, നമുക്ക് സ്റ്റാർ കാർഡാണ് പിന്നെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് വരുന്നത്. നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് വിഷ് ഫുൾഫിൽമെന്റ്, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ കരിയറിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു അറ്റ്മോസ്റ്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്, വളരെ കുറെ നാളെടുത്തിട്ട് ആ പോയിന്റിലേക്ക് എത്തണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കരിയറിൽ ഉണ്ടാകുന്ന അടുത്ത അധ്യായം ഉണ്ടല്ലോ, അതിലൂടെ ഒരു ഷോർട്ട് കട്ടാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് വിഷ് ഉണ്ടല്ലോ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഇത്ര വർഷങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആ പൊസിഷൻ, അതിലേക്ക് നിങ്ങൾ ആ വിചാരിച്ച വർഷത്തിന്റെ പകുതി വർഷം കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുക്ക സമയം കൊണ്ട് എത്താനായിട്ട് ഈ ഒരു മാറ്റം, കരിയറിൽ ഇപ്പോഴും ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെ സഹായിക്കും എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവിക്കുന്നതോടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്കൊരു എന്താ പറയാ, വളരെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും, ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അവിടെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. ഭാവിയിലും കാര്യങ്ങളൊക്കെ നന്നായി നടക്കും. കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു അനാവശ്യമായ ആശങ്കകളൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതൊക്കെ നിങ്ങൾ ഹീൽഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരത്തിലുള്ള അങ്ങനെ ചിന്തിക്കാനുള്ള ടെൻഡൻസി ഒക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. വളരെ ഒരു അലൈൻഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. നിങ്ങൾ എനർജറ്റിക്കലി വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എത്തിച്ചേരുന്ന ആ ഒരു അധ്യായം ഉണ്ടല്ലോ, ആ ഒരു കരിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ശരിക്കും ഞാൻ ഇതിൽ പെർഫെക്റ്റ് ഫിറ്റ് ആണ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് അർഹതപ്പെട്ടത്, അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും.
നിങ്ങൾ ആ ഒരു റൈറ്റ് പ്ലേസിലാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വളരെയധികം നിങ്ങൾ എന്ന വ്യക്തിയെയും നിങ്ങളുടെ കരിയറിനെയും ഒരുപാട് പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുക. വളരെയധികം ഒരു സ്വസ്ഥത, സമാധാനം നിങ്ങൾ അനുഭവിക്കും ഈ ഒരു പുതിയ അധ്യായത്തിൽ. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും. ഓക്കെ, പിന്നെയും നിങ്ങൾക്ക് ആ ഒരു കരിയറിൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് പൊസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന എല്ലാ പ്രിപ്പറേഷൻസ് ചെയ്യാനും, എല്ലാ തയ്യാറെടുപ്പുകൾ നടത്താനും, അതിന് വേണ്ടിയിട്ട് പുതിയ സ്കിൽ പഠിക്കണമെങ്കിലും, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും അതിന് വേണ്ടുന്ന റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ഉള്ള സാഹചര്യം ഈ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വളരെ സമയമെടുത്ത് ധൃതി വെച്ച് ചെയ്യേണ്ടതൊന്നായിട്ട് വരില്ല. സമയം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ, ആ ഒരു തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ഒരു എന്താ പറയണ്ടേ, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബാലൻസ്, ഒരു ഹാർമണി, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും ഈ ഒരു മാറ്റത്തിലൂടെ. നിങ്ങൾക്ക് ഇതാണ് ഞാൻ എത്തിച്ചേരേണ്ടതായിട്ടുള്ള സ്ഥലം, ഇതാണ് എൻ്റെ എനർജി, ഓക്കെ, ഇതാണ് എൻ്റെ വൈബ്രേഷൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു പൊസിഷൻ, ഒരു എൻവയോൺമെന്റ്, അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കരിയറിൽ വളരെയധികം ഒരു ബാലൻസ്ഡ് എനർജി, വളരെ ഒരു സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു എനർജി അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പുതിയ അധ്യായവുമായിട്ട് ഫുള്ളി കമ്മിറ്റഡ് ആകാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഓക്കെ, ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജി ഇവിടെ കളിക്കുന്നുണ്ട്. നമുക്ക് ലവേഴ്സ് കാർഡും പിന്നെ ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും ഈ ഒരു ചേഞ്ചിലൂടെ ആയിരിക്കും. വേറൊരു ഫയലിലും ഇതേ എനർജി എനിക്ക് വന്നിരുന്നു, സെക്കൻഡ് ഫയലാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളോട് അവിടെ പറയുന്നത്, നിങ്ങൾക്ക് അവിടെ എന്താ പറയാ, നിങ്ങൾക്ക് മുന്നേ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്, നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് സൈൻ കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു പൊട്ടൻഷ്യൽ അവിടെ ഉണ്ടായിരുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ വിചാരിച്ച പോലെ അത് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ ഒരു കരിയർ സ്പേസിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും ഒക്കെ. അതുപോലെ ആയിരിക്കില്ല ഇത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, അതൊരു എന്താ പറയാ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങൾ ഈ ഒരു കരിയർ സിനാരിയോയില്, പ്രത്യേകിച്ച് കരിയറിൽ ഉണ്ടാകുന്ന അടുത്ത അധ്യായത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ക്ലാരിറ്റിയും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും, എല്ലാ സംശയങ്ങൾക്കുള്ള എന്താ പറയുക ഉത്തരവും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഗസ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്ന് കാണുന്നു. അതൊരു എക്സ്ട്രാ ഒരു ബോണസ് പോലെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ബോണസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ആരാണ് നോക്കൂ, എംപറർ. ഡിവൈൻ മെസ്കുലിൻ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഡിവൈൻ മെസ്കുലിനെ ആവും നിങ്ങൾ അവിടെ വെച്ചിട്ട് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനൊരു സാധ്യത കാണുന്നു. ക്വീൻ ഓഫ് സോർട്സ് ആണ് പിന്നെ കാണുന്നത്. നിങ്ങളൊരു പവർഫുൾ പൊസിഷനിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ അടുത്ത അധ്യായത്തിലൂടെ. അതിലൂടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്താനൊക്കെ അവസരം കിട്ടുന്നു പറഞ്ഞല്ലോ, അത് കൃത്യമായി ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു പവർഫുൾ പൊസിഷനിൽ നിങ്ങളുടെ കരിയറിൽ എത്താനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ പറ്റുന്നു. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ ഈ ഒരു പുതിയ അധ്യായത്തിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അവിടെ. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതേസമയം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് അവിടെ അവസരം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള സാഹചര്യവും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മൈക്രോ മാനേജിങ് ഒന്നും അവിടെ ഉണ്ടാവില്ല എന്ന് സാരം. ഓക്കെ, ഇനി എന്തൊക്കെ ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് 3യിലുള്ള കളക്ടീവ്സിന് ഈ പറഞ്ഞ മാറ്റവുമായിട്ട് അലൈൻഡ് ആകുന്നതിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത്?
നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങളെന്ന വ്യക്തിയിൽ മാറ്റം കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, ഈ മാറ്റത്തിൽ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, നിങ്ങളെന്ന വ്യക്തിയിൽ, നിങ്ങളുടെ റുട്ടീനിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റുട്ടീനിൽ വരുത്തേണ്ടത്, അതൊക്കെ വരുത്തുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു പറഞ്ഞ മാറ്റവുമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ കരിയറിൽ, അത് കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? ഓക്കെ, അത് വളരെ ചെറിയ സ്റ്റെപ്പ് ആയിരിക്കാം, അത് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാറ്റം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് 3 of Pentacles ആണ് കിട്ടുന്നത്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആക്ഷൻസ് എടുത്ത് തുടങ്ങുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ ഒരു കരിയറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് നിങ്ങൾക്ക് പല സപ്പോർട്ടും അപ്രതീക്ഷിതമായിട്ട് പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ട്. ആ സപ്പോർട്ടുകളൊക്കെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അവരൊക്കെ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തീരെ പരിചയമില്ലാത്തവരായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, അവർ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണ്. പിന്നെ ഈ ഒരു മാറ്റത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതും അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരോടും പറയേണ്ട ആവശ്യമില്ല, രഹസ്യമാക്കി വെക്കാൻ പറയുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഒരു ചേഞ്ചിനായിട്ട് നോക്കുന്നുണ്ടെന്നൊന്നും പറയരുത്. എത്രത്തോളം നിങ്ങളത് നിങ്ങളിൽ തന്നെ വെച്ചുകൊണ്ട് പരിശ്രമിക്കുന്നു, അത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങളുടെ അനുഭവത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കാനാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സോൾ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾക്ക് അവരോട് നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത അധ്യായത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള ചില ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില ഐഡിയാസ് ഒക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ കിട്ടുമ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം അതിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ സംബന്ധിച്ച് ഗൈഡൻസ് തരുന്നതാണ്. അത് ഈ പറയുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അവരറിഞ്ഞിട്ടാവില്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ പറയുന്നത്. യൂണിവേഴ്സ് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഓക്കെ, പക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണെന്നുള്ളത്. ഈ ഒരു കരിയറിലുള്ള ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ് ആണെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കിട്ടുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം, അത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 18 തീയതി വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ലെറ്റർ ഐ. 13 തീയതി വന്നിട്ടുണ്ട്, 28, Pisces, 17 തീയതി, 4 തീയതി, 23 തീയതി, 19 തീയതി, ശനിയാഴ്ച, 2 തീയതി. എനിക്ക് ഒരുപാട് തീയതികളാണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റർ പി, ജാനുവരി 5 തീയതി. ഓക്കെ, അപ്പോ
നിങ്ങളുടെ ഈ ഒരു കരിയറിൽ പറഞ്ഞ മാറ്റം സാജിറ്റേറിയസ് ടൈം, ഓക്കെ, അതായത് ഡിസംബർ ആദ്യ പകുതിക്കുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. 2025 ഡിസംബർ ഫസ്റ്റ് ഹാഫിനുള്ളിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസീസ് സീസൺ, കാപ്രിക്കോൺ സീസൺ, ഇതൊക്കെ എപ്പോഴാണെന്ന് നോക്കുക നമ്മുടെ കലണ്ടറിൽ. അത് അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. ആ ടൈം പീരീഡ് ഉണ്ടല്ലോ, ഈ പറയുന്ന സമയങ്ങളുടെ ഉള്ളിലാണ് ഈ കരിയർ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. കുറെ പേർക്ക് ഈ ജാനുവരി 2026 തന്നെ ഈ ഒരു കരിയറിൽ ഈ മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ശനിയാഴ്ച നിങ്ങൾക്ക് വളരെ നല്ല ദിവസമാണ്. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ശനിയാഴ്ച അത് തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. നമുക്ക് പ്രധാനപ്പെട്ട തീയതികൾ കിട്ടിയിട്ടുള്ളത് 18, 13, 28, 17, 19, 4, 2, 5, 23. ഓക്കെ, ഈ തീയതികളിൽ നിങ്ങളുടെ ജനനത്തീയതി ഉണ്ടാകാം. അത് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. പക്ഷെ ഈ തീയതികൾ ഈ പറഞ്ഞ സീസൺസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനുവരി മാസം വരെയുള്ള സമയത്തിൽ ഈ തീയതികൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഈ തീയതികൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കരിയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ബുക്കിൽ എങ്ങാനും എഴുതി വെച്ചാൽ അത്രയും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മാറ്റം സംഭവിക്കുന്നതിന്റെ സയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ സന്ദർഭത്തിനനുസരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ശരിയായ ചോയ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കും. പിന്നെ IP അങ്ങനെ 2 ആൽഫബറ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം നിങ്ങളുടെ പേരിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഇതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രീ റെക്കോർഡഡ് റീഡിങ്സ് അല്ലെങ്കിൽ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓരോ ആഴ്ചയും നമ്മൾ പെർട്ടിക്കുലർ ഡേയ്സ്, ഒരു പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ ഓഫേഴ്സും ഡിസ്കൗണ്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഓഫേഴ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഈ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഫോർഡബിൾ റേറ്റ്സിന് നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് റീഡിംഗ് ഒക്കെ ബുക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ റീഡിങ്ങിനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.